അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം, അതായത് രാത്രി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും, അനിയത്തിയുടെ അടുത്തേക്ക് പോകും. അപ്പം അതിന് മുന്നേ കുറച്ച് എന്താ പറയുക, അതിന് പോകാനുള്ള ഒരുക്കങ്ങളും അങ്ങനത്തെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. മാത്രമല്ല, ലച്ചു ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് അവൾ ട്രെയിനിലും കയറുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായിക്കോട്ടെ, കുറച്ച് പാക്കിങ്ങും കുറച്ച് കുക്കിങ്ങും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അവളെ കണ്ടുമുട്ടണ വരെയുള്ള വ്ളോഗായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചുള്ള കുട്ടി കുട്ടി വ്ളോഗുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നതേ കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം സേതുവേട്ടൻ രാവിലെയൊക്കെ പോയി അതൊക്കെ ചെയ്ത്, ഇന്നലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ എൻ്റെ ഒരു കമ്മൽ കാണാതെ പോയി, പിന്നെ അതെനിക്ക് കിട്ടി. അപ്പം ഇന്നലെ അങ്ങനെ കുറേ സമയങ്ങൾ പോയി. അപ്പം ഇന്നലെ രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല, കമ്മൽ തെരഞ്ഞ്. അപ്പോൾ ദേ ചിക്കൻ ഞാൻ വെക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു കറിയും കൂടെ ആയല്ലോ. ചിക്കൻ നമ്മളൊരു തട്ടിക്കൂട്ട് പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അത്ര വലിയ ഇതിലൊന്നും അല്ല, ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എല്ലാം അടുക്കി പെറുക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം മതി. വേറെ ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണത്. ചതച്ചിട്ടത് ചതഞ്ഞില്ല, ഒന്നും കൂടെ ചതച്ചിട്ട് തരാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇട്ടത് വെക്കാൻ വേണ്ടി പോണത്. കാരണം ഞാൻ എപ്പോഴും കുറേ പ്രാവശ്യം പറയാല്ലേ തിരക്കാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ അടിച്ചു വാരി ഒന്ന് തുടക്കണം. കുറേ തുണി ഞാൻ അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്, മിഷ്യത്തിൽ അലക്കിയിട്ടിട്ടുണ്ട്, കൈ വെച്ച് അലക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് വെയില് ചെറിയൊരു മങ്ങലുണ്ട്. അപ്പൊ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ അതിലെന്താ വീണ് പോയത്? ID കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ പണികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായി. അടിച്ചു വാരലും തുണി പെറുക്കലും അങ്ങനെ എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായി കേട്ടോ. പോണ പ്രമാണിച്ചിട്ട് എന്താ പറയാ, കുറെ അലക്കിയിട്ടു. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഇനി പാക്ക് ചെയ്യണം കേട്ടോ. വലിയ ഐഡിയ ഒന്നും ഇല്ല എന്തൊക്കെ കൊണ്ടുപോകണം. നമ്മളാകെ ബുധനാഴ്ച പോയിട്ട് നമ്മൾ തിങ്കളാഴ്ച വരും. അപ്പൊ അത്രയും ദിവസത്തെ വീട്ടിലിടാനുള്ള ഡ്രസ്സ്, പുറത്തുള്ള ഡ്രസ്സ്, അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. സേതുവിനോട് ചോദിച്ചോണ്ടിരിക്കുക എത്ര ജോഡി ഡ്രസ്സ് എടുക്കണമെന്നുള്ള കാര്യം. ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ലച്ചുവിന്റെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റ് ഇട്ടു എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാം മറന്നിട്ടുണ്ടാവും ഓരോന്ന്. അപ്പൊ ആ ലിസ്റ്റ് ആവുമ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് വെക്കണതെല്ലാം ടിക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറവി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത് എടുത്ത് വെക്കണമെന്നൊക്കെ വിചാരിക്കും, മറന്നു. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ എന്താ പറയുക, എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ട്രിപ്പൊന്നും പോവാറൊന്നുമില്ല. നമ്മൾ എറണാകുളത്ത് ഇങ്ങനെ അവിടെ ഇവിടെ ഓരോ മാളുകളിൽ പോയി കറങ്ങിയെടുക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ലച്ചു ഇതുവരെ ട്രെയിനിലും കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ലച്ചു ട്രെയിനിൽ കയറുന്നത്. അപ്പം ഞാനും സേതുവണ്ണും കൂടി ഒന്നിച്ചുള്ള ട്രെയിൻ യാത്രയും കൂടിയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ട്രെയിനിൽ പോകണമെങ്കിലും കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പം അത് ആ യാത്രയുടെ ഒരു എന്താ പറയുക, ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ലച്ചും കുറേ സംശയങ്ങളായിരുന്നു, ട്രെയിനിൽ എങ്ങനെ കയറും അങ്ങനെ 100 സംശയങ്ങളായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാമല്ലോ. പിന്നെ അവളാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ നോക്കിയിരിക്കും.
ചെയ്തിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടനും ജീനും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പണി കഴിഞ്ഞു കേട്ടോ. സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചോളാം. അതെടുത്ത് വെക്കണ്ട, എൻ്റെയും വരും. സ്റ്റിക്കർ ഉണ്ടോ ഫ്രണ്ടിൽ? അതാ അവിടെ ചെല്ലുമ്പോൾ ഒരുക്കണം. നല്ല കുഞ്ഞിനെ ഇതിന് ഭയങ്കര ക്യൂട്ടാണ്. അച്ഛന് 2 ജീൻസ് പോരെ പോരെ പോരെ. അങ്ങനെ ദേ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ ലച്ചുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോളാണ് കേട്ടോ. അപ്പൊ അതിനെയും കൂടി എടുത്ത് വെക്കണം. അതിനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പൊ ദേ പാവേനെയും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പെട്ടി അടക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഊബർ നോക്കി നിൽക്കുകയാണ്. ആദ്യം നമ്മളൊരു ഊബർ വിളിച്ചതെങ്കിൽ അത് ക്യാൻസലായി പോയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അടുത്ത ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ട്രെയിനിൽ കയറാനുള്ള അത്രയും ഹാപ്പി ആയിട്ടാണ് ലച്ചു ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് സൗത്തിൽ നിന്നാണ് കേട്ടോ നമുക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ ചെന്നിട്ട് ആകെ എന്താ പറയുക, ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ട്രെയിനിൽ പോവാത്തോണ്ട് ചെയ്താൽ ട്രെയിനിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പം എവിടെ നിൽക്കണം, ആദ്യം നമ്മൾ എന്താ പറയുക ട്രെയിൻ എവിടെ നിർത്തും, എങ്ങനെ നിർത്തും, നമുക്കവിടെ എൻക്വയറിയിൽ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആകെ പേടിയായി, ഇത് എവിടെ നിന്ന് കയറണം, അപ്പുറത്ത് കയറണോ. അപ്പം പിന്നെ നമ്മൾ 3ഉം 4ഉം ആണ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ അപ്പുറവും ഇപ്പുറവും ട്രെയിൻ ഉണ്ട്. അപ്പം ഇതിൽ ഏതാ ട്രെയിൻ, അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിസ്പ്ലേ ഒക്കെ നോക്കി എന്താ പറയുക അവിടെ എൻക്വയറിയിലൊക്കെ ചോദിച്ച് നമ്മൾക്ക് മനസ്സിലായി എവിടെയാണ് നിർത്തണമെന്ന്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മുടെ സീറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പം ആദ്യം അച്ഛനും മോളും കൂടെ എനിക്ക് ഇപ്പുറത്തായിരുന്നു കേട്ടോ സീറ്റ്. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലച്ച് ട്രെയിൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലച്ചിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾക്ക് ഇങ്ങനെ ബോറടിക്കുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും സാധിക്കില്ലല്ലോ. തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക പകൽ 4:30 എന്തോ ആണ് നമ്മുടെ വണ്ടി. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡും ജാമും ആണ് കേട്ടോ എടുത്തത്. ഞാൻ ബ്രെഡും ജാമും ലച്ചും ചെയ്തിട്ടും ബ്രെഡ് ഹേർഷീസും ആണ് കേട്ടോ എടുത്തത്. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി ആവില്ല അവിടെ എത്തുമ്പോൾ. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ എന്താ അവിടെ ചെല്ലുക കിടന്നുറങ്ങാതാണ് കേട്ടോ പ്ലാൻ. അതിന് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വണ്ടിയിൽ നിറച്ച ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. ദൂരത്തേക്കൊക്കെ പോണതായിരുന്നല്ലോ. പിന്നെ ഇത് കുറച്ചു നേരം ബോറടിച്ചപ്പോൾ ഞങ്ങൾ എന്തോ XOF എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചു നേരമൊക്കെ കളിച്ചു കേട്ടോ. അപ്പം അത് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലച്ചുൻ്റെ കുറച്ച് ബോറടിയൊക്കെ മാറി. പിന്നെ ലച്ചു കുഞ്ഞുമൊക്കെ ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ലച്ചു തന്നെ ഉണ്ടാക്കിയതാണ്. ക്ലേ വെച്ചിട്ട് ഒരു ടോട്ടോയ്സിനെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത്. അപ്പം എന്നോട് പറയാ കുഞ്ഞുമ്മയ്ക്ക് സർപ്രൈസാണ്. അപ്പം ഞാൻ നീ പറഞ്ഞിട്ടേ ഇല്ലേ കുഞ്ഞുമ്മനോട്? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ടോട്ടോയ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പ്രാണിയൊക്കെ വെച്ച് കത്തിക്കാം കേട്ടോ. ഇത് ഞാനും കൂടി ഞെട്ടിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നോടും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഈ ബർത്തി കയറി കുറച്ചു നേരം കിടക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സേതു എണ്ണം കൂടെ ഓപ്പോസിറ്റ് ഇരുന്നു കേട്ടോ. ഇടക്കിടക്ക് വിളിക്കലായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കള്ളിപ്പെണ്ണ് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അടുത്തിങ്ങനെ വെറുതെ കിടക്കാനുള്ള ഇങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട്, കിടക്കാമല്ലോ. നമ്മുടെ സ്റ്റേഷനെത്തി. നമ്മളിനി ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാം, തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതേ ആൾക്കാരൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതേ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവരെ കണ്ടുമുട്ടിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ദേ ലച്ചുവിനാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പേടി, അതുപോലെ കയറാനും നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഞാൻ ഫസ്റ്റ് ഇറങ്ങാമെന്ന് ലച്ചുവിനോട് പറഞ്ഞു. അത് അവളോട് ചാടിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ചാടി. പിന്നെ നമ്മൾ എന്താ പറയുക ട്രെയിനിൽ ഒരു ചേച്ചീനെയും ഒരു മോളേനെയും പരിചയപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ അവരും പോയി. അങ്ങനെ കഴിഞ്ഞ് നമുക്ക് അവർ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്കിനി വിളിച്ചു നോക്കണം അവരെത്തിയോ എന്നുള്ളത് കേട്ടോ.
വിശക്കുണ്ടോ? ഒരു ആമേനെയും കൂടി കിട്ടി എനിക്ക് ഷോക്ക്. അത് അവള് തന്നെ തുറന്നു കൊടുക്കണേ. സാമ്പ്രാണി അമ്മ ഉറങ്ങിണ്ടാവോടി? അമ്മ ഇനി വിളിക്കണ്ട, കിടക്കാൻ പോവാ. വേണ്ട, ഇത് തുറക്കണ്ട, ഇങ്ങനെ വെച്ചാ മതി. ഇങ്ങനെ വെച്ചാ മതി. അത് പോകണ്ട. ഫുൾ ഡേ ട്രിപ്പ് ഇവര് ട്രിവാൻഡ്രം ഫുള്ള് ചുറ്റി കാണിക്കും. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഇവിടെ നല്ല പപ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ മുട്ട പപ്സ് തന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാനും ലച്ചും സേവനും കൂടെ ഒരു പപ്സും മേടിച്ചു. അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് അതൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചൂടുണ്ടായിരുന്നില്ല പപ്സിന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ നല്ല പക്കയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. നല്ല ഉഗ്രം ചായയും കൂടിയായിരുന്നു കേട്ടോ. ലച്ചു ആകെ പപ്സ് മാത്രം കഴിച്ചു. അതും പകുതി മതിയാക്കി. ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു ലച്ചുവിന്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ. ഇനി നമുക്ക് ഞമ്മനെ വീട്ടിൽ ചെന്ന് കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതേ കുഞ്ഞുമ്മയും കുഞ്ഞച്ചനും എന്തോ കട്ടൻ ചായ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരതൊക്കെ കുടിച്ചു. പിന്നെ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ചെയ്തോണ്ട് ഒട്ടും ചൂടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അറിയില്ല. അപ്പം ഇനി നമുക്ക് തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ട്. അപ്പം അതിൻ്റെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും അത് കാണണം കേട്ടോ. പിന്നെ ദേ നമ്മളവരെ വീട്ടിലെത്തി. ഫ്ലാറ്റിലാണ് കേട്ടോ അവര് താമസിക്കണത്. അപ്പൊ അവരുടെ വീട്ടിലെത്തി. അപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറയാം, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഇപ്പുറത്താണ് സെറ്റ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ കുഞ്ഞമ്മ ചെന്ന് കയറിയപ്പോ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ അതേ ലച്ചുവിന് കൊടുത്തു. അപ്പൊ അതേ അവളെല്ലാം നമുക്ക് കിടക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ലച്ചുവിന് അത് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. ഇനി നമുക്കൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ച് കിടക്കാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ആ പേസ്റ്റ് ചെയ്തിട്ടോ. അവന് പേസ്റ്റ് മേടിക്കണോ? ഞാൻ പേസ്റ്റ് വേണ്ട, പേസ്റ്റ്. അയ്യോ ലച്ചു എടുത്തു വെച്ചമ്മ. ലച്ചു ലച്ചു കളിപ്പറ്റ